ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ കൂടുതൽ മൊഴികൾ പുറത്തുവന്നു. ബാർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിമാരായ 6 ബാർ ഉടമകളാണ് ബാബുവിനെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ പണപ്പിരിവ് നടത്തിയെന്ന് ഇവരുടെ മൊഴിയിൽ പറയുന്നു. മൊഴിയുടെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. നിരക്ക് കൂട്ടാതിരിക്കാൻ മന്ത്രി കെ ബാബുവിന് 10 കോടി രൂപ നൽകിയെന്ന ബിജു രമേശിന്റെ ആരോപണം സാധൂകരിക്കുന്ന തരത്തിൽ 6 ബാർ ഉടമകൾ വിജിലൻസിന് മൊഴി നൽകിയിരുന്നു. ബാറുടമകളുടെ അസോസിയേഷനായ KBHAയുടെ 6 ജില്ലാ സെക്രട്ടറിമാരാണ് ലൈസൻസ് ഫീ 30 ലക്ഷമാക്കി ഉയർത്തുന്നത് തടയാൻ പണപ്പിരിവ് നടത്തിയെന്ന് മൊഴി നൽകിയത്. ഈ മൊഴികളുടെ പകർപ്പുകളാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. ഇടുക്കി ജില്ലാ സെക്രട്ടറിയും തൊടുപുഴയിലെ ബാറിന്റെ ഉടമയുമായ ദീപുവിന്റെ മൊഴി ശ്രദ്ധിക്കുക. 2013 ജനുവരിയിൽ KBHAയുടെ ജില്ലാ ഭാരവാഹികളുടെ യോഗം എറണാകുളത്തെ ഓഫീസിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി, സെക്രട്ടറി ധനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വരുന്ന സാമ്പത്തിക വർഷത്തിലേക്ക് ബാർ ലൈസൻസ് നിരക്ക് 30 ലക്ഷമായി കൂട്ടാൻ എക്സൈസ് മന്ത്രി കെ ബാബു തീരുമാനിച്ചുവെന്ന് രാജ്കുമാർ ഉണ്ണി യോഗത്തിൽ പറഞ്ഞു. ഇത് കുറച്ചു കിട്ടാൻ എന്തു ചെയ്യണമെന്ന് ആലോചിക്കാനും ആവശ്യപ്പെട്ടു. 1-2 ലക്ഷം രൂപ നൽകാമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ചിലർ പറഞ്ഞെങ്കിലും 75,000 രൂപ ബാറുടമകളിൽ നിന്ന് പിരിക്കാൻ യോഗം തീരുമാനിച്ചു. സമാനമായ രീതിയിൽ ബാർ ലൈസൻസ് നിരക്ക് കൂട്ടാതിരിക്കാൻ പണപ്പിരിവ് നടത്തിയെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സേവിയേഴ്സ് ബാറിന്റെ ഉടമയുമായ കാർത്തികേയ കുമാർ, പാലക്കാട് ജില്ലാ സെക്രട്ടറി സതീഷ്, കൊല്ലം ജില്ലാ ഭാരവാഹിയും പടിപ്പുര ഹോട്ടലിന്റെ ഉടമയുമായ അഡ്വക്കേറ്റ് ഷൈൻ, മലപ്പുറം ജില്ലാ സെക്രട്ടറി അനിൽ തുടങ്ങിയവരും മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ സുപ്രധാനമായ ഈ മൊഴികൾ വിജിലൻസ് കണക്കിലെടുത്തില്ല. ബാർ ലൈസൻസ് നിരക്ക് ഉയർത്താതിരിക്കാൻ കൈക്കൂലി നൽകിയെന്ന് 6 ബാർ ഉടമകളാണ് വിജിലൻസിന് മൊഴി നൽകിയത്. 6 പേരും ബാറുടമകളുടെ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിമാർ. ശക്തമായ ഈ മൊഴികൾ അവഗണിച്ചുകൊണ്ടാണ് കെ ബാബുവിനെതിരായ കേസ് എഴുതിത്തള്ളിയത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KM മാണിക്കെതിരെ പുതിയ ആരോപണവുമായി വീണ്ടും ബിജു രമേശ്. നികുതി കുറയ്ക്കുന്നതിനായി ഫ്ളാറ്റ് ഉടമകളിൽ നിന്ന് മാണി 5 കോടി രൂപ വാങ്ങിയെന്ന് ബിജു രമേശ് വെളിപ്പെടുത്തി. നികുതി കൂട്ടാതിരിക്കാനാണ് ഫ്ളാറ്റ് ഉടമകൾ പണം നൽകിയത്. ഇത് സംബന്ധിച്ച് ഫ്ളാറ്റ് ഉടമകളുടെ ശബ്ദരേഖ കയ്യിലുണ്ടെന്നും ബിജു രമേശ് പറഞ്ഞു. ആലുവയിൽ ഒരു ഫ്ലാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡേഴ്സിൻ്റെ അതുകൊണ്ടാണ് ബിൽഡേഴ്സ് എന്നെ വിളിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട ബിൽഡേഴ്സിൽ എന്നെ വിളിച്ചു. 10 കോടി രൂപ ഫ്ലാറ്റിൻ്റെ ടാക്സ് വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാണി സാർ ചോദിക്കുകയാണ്. അതിൽ 5 കോടി രൂപ അവർ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഷെയർ ചോദിച്ചുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്ലാറ്റിൻ്റെ പണിയൊക്കെ തീർന്നു, ഇനി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ പ്രോജക്റ്റ് വരണമെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ഷെയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അവർ കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനുമായി സംസാരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ CD എൻ്റെ ഇരിപ്പുണ്ട്. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണിന്റെ ചേംബറിലാണ് യോഗം. വിശദാംശങ്ങൾ നൽകാൻ സുനിൽ അരിമാനൂർ ചേരുകയാണ്. സുനിൽ, ഇന്നത്തെ യോഗം ഏറെ നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതായുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ഏറ്റവും പുതിയ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ഇപ്പോഴും PLC യോഗം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ യൂണിയനിലെ നേതാക്കൾ, ട്രേഡ് യൂണിയൻ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് തോട്ടം ഉടമകളുമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ആവശ്യമായി മന്ത്രി ഷിബു ബേബി ജോൺ യോഗത്തിൽ ഉന്നയിച്ചത്. പക്ഷേ ഈ ഒരു ആവശ്യത്തോട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു നിലപാട്, തോട്ടം തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാട് പ്ലാന്റേഷൻ ഉടമകൾ സ്വീകരിച്ചിട്ടില്ല. കാരണം അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയ കാര്യം, നേരത്തെ ഉണ്ടാക്കിയ ധാരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നടത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അന്ന് സർക്കാർ ചില കാര്യങ്ങൾ തങ്ങൾക്ക് ചെയ്തു നൽകാം എന്ന് പറഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് പ്ലാന്റേഷൻ നികുതി കുറച്ച് നൽകാം എന്നുള്ള കാര്യമാണ്. ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ തുക വർദ്ധിപ്പിച്ച് നൽകുന്നതിന് ഗഡുക്കളായി നൽകണം എന്നുള്ള കാര്യത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിലും സർക്കാർ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് താങ്കൾ അന്ന് പറഞ്ഞ ധാരണ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് പ്ലാന്റേഷൻസ് ഉടമകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അന്ന് ഉണ്ടാക്കിയ ധാരണ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. കാരണം തോട്ടം മേഖലയെ കൃത്യമായ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. ധാരണ അനുസരിച്ച് മുന്നോട്ട് പോകണം. സർക്കാർ പറഞ്ഞ കാര്യങ്ങളിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരേക്കും ഇവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ വീണ്ടും PLC യോഗം വീണ്ടും അടുത്ത
അടുത്ത ദിവസം ചേരേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു സൂചനയുമുണ്ട്. ഇന്നത്തെ PLC യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ചിട്ടായിരിക്കും തോട്ടം മേഖലയിലെ തൊഴിലാളികൾ തുടർ പ്രക്ഷോഭത്തെക്കുറിച്ച് ആലോചിക്കുക. കാരണം അവർക്ക് തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യവും ശമ്പളം തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യവുമാണ്. അതുകൊണ്ട് അവർക്ക് ഈ വർദ്ധിപ്പിച്ച മിനിമം കൂലി എന്ന് പറയുന്നത് കിട്ടണം എന്നുള്ള ആവശ്യവും അതുപോലെ ബോണസ് നൽകണമെന്നുള്ള ആവശ്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ കൃത്യമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സുരേഷ്, വ്യക്തമാണ്. ഏറെ നിർണായകമായ PLC യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങൾ നേടിയത്. തോട്ടം തൊഴിലാളികളുടെ സമരം ഒത്തുതീർപ്പാക്കിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാരിന്റെ തിരക്കഥയാണെന്ന് തെളിഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി ലതിക സുഭാഷിന്റെ നേതൃത്വത്തിലാണ് പെമ്പിളി ഒരുമ നേതാക്കൾ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയത്. തോട്ടം സമരം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മൂന്നാറിലെത്തിയ KPCC ജനറൽ സെക്രട്ടറി ലതിക സുഭാഷ് പെമ്പിളി ഒരുമ നേതാക്കളായ രാജേശ്വരി, കൗസല്യ, ലിസി, ഗോമതി, ഉണ്ണിയമ്മാൾ എന്നിവരെ വരുതിയിലാക്കി സെപ്റ്റംബർ 27-ന് മുഖ്യമന്ത്രിയുടെ പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചു. സമരത്തിൽ നിന്ന് വിട്ടുനിന്നാൽ എല്ലാ വിഷയവും പരിഹരിക്കാമെന്ന് കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകി. തുടർന്ന് സെപ്റ്റംബർ 29-ന് കൊച്ചിയിൽ നടന്ന ചർച്ചയിൽ 301 രൂപയായി കൂലി വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. അതേസമയം ട്രേഡ് യൂണിയനുകളുമായോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായോ ബന്ധമില്ലെന്ന് ആവർത്തിക്കുന്ന പെമ്പിളി ഒരുമ നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയതും അവരുടെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തിടങ്ങളിൽ UDF-ന് പിന്തുണ നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ തോട്ടം സമരത്തിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടി മറികടക്കാനുള്ള ഈ ദൗത്യത്തിന് പിന്നിൽ ലതിക സുഭാഷായിരുന്നു. അതിനിടെ കൂലി വർധന സംബന്ധിച്ച ധാരണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണെന്ന പ്ലാന്റേഷൻ അസോസിയേഷൻ ചെയർമാൻ C. വിനയരാഘവന്റെ വെളിപ്പെടുത്തലാണ് ഗൂഢാലോചന വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കൂലി വർധന നടപ്പാക്കാൻ കഴിയില്ലെന്ന പ്രഖ്യാപനത്തിലൂടെ വെളിപ്പെടുന്നത് തോട്ടമുടമകളും സർക്കാരും ചേർന്നുള്ള ഒത്തുകളിയാണ്. വഞ്ചിക്കപ്പെട്ടതാകട്ടെ മുഖ്യമന്ത്രിയുടെ വാക്കുവിശ്വസിച്ച ഒരു കൂട്ടം സ്ത്രീ തൊഴിലാളികളും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് ADGP-ആയി നിയമിച്ചതോടൊപ്പം തന്നെ നിതിർ അഗർവാളാണ് നോർത്ത് ADGP. ഇതിന് വിശദാംശങ്ങൾ നൽകാൻ ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, വിജിലൻസിന്റെ തലപ്പത്ത് സമഗ്രമായ രീതിയിൽ തന്നെയാണോ അഴിച്ചുപണി നടന്നിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ? സുരേഷ്, നേരത്തെ ജേക്കബ് തോമസ് DGP-ആയി പ്രൊമോഷൻ ആയതിനെ തുടർന്ന് ഒഴിവ് വന്നിരിക്കുന്ന വിജിലൻസിന്റെ ഉത്തരമേഖലാ ചുമതലയുള്ള ADGP ആയിട്ടാണ് ഇപ്പോൾ നോർത്ത് ADGP ആയിരുന്നു ശങ്കർ റെഡ്ഡിയെ മാറ്റി നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ ഉത്തരമേഖലയുടെ ചുമതലയുള്ള ADGP-ആയി പ്രവർത്തിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് നേരത്തെ വിജിലൻസിൽ പ്രവർത്തന പാരമ്പര്യം കൂടിയുള്ള ശങ്കർ റെഡ്ഡിയെ ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി നിയമിച്ചിരിക്കുന്നത്. താൽക്കാലികമായി പുതിയ വിജിലൻസ് ഡയറക്ടർ വരുന്നത് വരെ സീനിയർ ADGP എന്നുള്ള തരത്തിൽ ശങ്കർ റെഡ്ഡിക്കായിരിക്കും വിജിലൻസിന്റെ ആകെ ചുമതല. പകരം സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ADGP-ആയ നിതിൻ അഗർവാളിനെ ഉത്തരമേഖല ADGP-ആയി മാറ്റി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 3 വർഷത്തിലേറെയായി അദ്ദേഹം ഡെപ്യൂട്ടേഷനിലായിരുന്നു, വിദേശത്തായിരുന്നു. അദ്ദേഹം തിരികെ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലേക്ക് മാറ്റി നിയമിച്ചത്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിതിൻ അഗർവാൾ അനുഷ്ഠിച്ചു വന്ന പോസ്റ്റ് ഇപ്പോൾ തൽക്കാലം വേക്കന്റ് ആണ്. അതോടൊപ്പം സമഗ്രമായ മറ്റൊരു അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നത് തൃശൂർ, എറണാകുളം റേഞ്ച് ഐജിമാരുടെ കാര്യത്തിലാണ്. എറണാകുളം റേഞ്ച് ഐജിയായ അജിത് കുമാറിനെ തൃശൂർ റേഞ്ച് ഐജിയായും നിലവിൽ ഇന്റേണൽ സെക്യൂരിറ്റി IG-ആയ മഹിപാൽ യാദവിനെ എറണാകുളം റേഞ്ച് IG-ആയും മാറ്റി നിയമിച്ചിട്ടുണ്ട്. അവിടെ തൃശൂർ റേഞ്ച് IG-യുടെ ചുമതലയുണ്ടായിരുന്ന സുരേഷ് രാജ് പുരോഹിത്തിന് അദ്ദേഹം ഇപ്പോൾ തുടർന്ന് വഹിക്കുന്ന കെപ്പയുടെ ഡയറക്ടറായി തുടരാനും സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. സമഗ്രമായ അഴിച്ചുപണിയാണ് പോലീസ് തലപ്പത്തുണ്ടായിരിക്കുന്നത്. സുരേഷ്, വ്യക്തമാണ്. S. ജീവൻ കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് എമ്മുമായി രാഷ്ട്രീയ സഖ്യത്തിന് തയ്യാറാണെന്ന് BJP. ഒരു വ്യക്തി അഴിമതി നടത്തിയതുകൊണ്ട് പാർട്ടിയുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ അഭിപ്രായപ്പെട്ടു. അതേസമയം BJP-ക്കാർ അഴിമതിക്കാരെ ചുമക്കുന്നവരായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അഭിപ്രായപ്പെട്ടു. മാണിയെ സഖ്യത്തിനായി ക്ഷണിച്ചത് BJP-യുടെ ഇരട്ടമുഖത്തിന്റെ തെളിവാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. നിയമസഭയിൽ സാന്നിധ്യമുറപ്പിക്കാൻ BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണ് ബാർ അഴിമതിയിൽ രാജിവെക്കേണ്ടി വന്ന KM മാണിയുമായി സഖ്യത്തിന് തയ്യാറാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ നിലപാട് വ്യക്തമാക്കിയത്. വെള്ളാപ്പള്ളി നടേശനുമായി ചേർന്നുള്ള SNDP BJP കൂട്ടുകെട്ട് വിവാദങ്ങൾ ഉയർത്തി നിൽക്കെയാണ് BJP മാണിയുമായി സഖ്യത്തിന് തയ്യാറാണെന്ന് വെളിപ്പെടുത്തുന്നത്. ഒരു വ്യക്തി അഴിമതി നടത്തിയതുകൊണ്ട് പാർട്ടിയുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്നും V. മുരളീധരൻ പറഞ്ഞു. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ മാണിയുമായി സഖ്യത്തിന് തയ്യാറാണെന്നാണ് V. മുരളീധരന്റെ നിലപാട്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് CPM കോൺഗ്രസ് ലീഗ് ഒഴിച്ചുള്ളവരുമായിട്ട് സഹകരിക്കാം. ഇത് മൂന്നും അല്ലാത്ത ആൾക്കാരിൽ ആരൊക്കെ പെടും? പെടുന്ന ആൾക്കാരുമായിട്ട് പ്രാദേശികമായിട്ട് ജില്ലാ ഘടകങ്ങൾ ചർച്ച ചെയ്യും.
ഉചിതമായ തീരുമാനം ജില്ലാ ഘടകം എടുക്കും. അഴിമതിക്കാരനെതിരായിട്ടാണ് സമരം, പാർട്ടിക്കെതിരായിട്ടല്ല. പ്രാദേശികമായിട്ട് സഹകരിക്കുന്നതുകൊണ്ട് മാണിക്കെതിരായിട്ടുള്ള പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ടി. അതേസമയം മാണിയെ സഖ്യത്തിനായി ക്ഷണിച്ച BJPയുടേത് ഇരട്ടമുഖമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. മാണിയെ JSD സമിതി ചെയർമാനാക്കിയത് രഹസ്യധാരണ അനുസരിച്ചാണെന്നും കോടിയേരി പറഞ്ഞു. അരുൺ ജെയ്റ്റ്ലി കേന്ദ്ര ധനകാര്യമന്ത്രി കേരളത്തിൽ വന്ന് KM മാണിയുടെ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചത് കേന്ദ്രതലത്തിൽ BJP നേതൃത്വവും മാണിയും തമ്മിലുണ്ടായിരുന്ന അന്നത്തെ രഹസ്യധാരണയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു അഖിലേന്ത്യാ തലത്തിലുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കേസിൽ പ്രതിയായിട്ടും മാറ്റാതിരുന്ന BJPയുടെ സമീപനം. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ V. മുരളീധരൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന. മാണിയെ കൂടി പാർട്ടിയിലേക്ക് ക്ഷണിച്ചതോടെ BJPക്കാർ അഴിമതിയെ ചുമക്കുന്നവരായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പ്രതികരിച്ചു. അപ്പോൾ മുരളീധരനും BJPയും എല്ലാം അഴിമതിക്കാരെ പേറുന്നവരായിട്ട് വരികയാണ്. അത് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് അവരാണ് ചിന്തിക്കേണ്ടത്. നല്ലതല്ല. ന്യൂസ് ഡെസ്ക്. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലി A ഗ്രൂപ്പിൽ ഭിന്നത രൂക്ഷം. 2.5 വർഷം വീതം മേയർ സ്ഥാനം പങ്കിടാനുള്ള തീരുമാനത്തിൽ KPCC അതൃപ്തി രേഖപ്പെടുത്തി. ഇതോടെ നാളെ ചേരുന്ന കോർപ്പറേഷനിലെ UDF പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുൻപ് തീരുമാനമെടുക്കാനാവാത്ത അവസ്ഥയിലാണ് A ഗ്രൂപ്പ്. കണ്ണൂർ കോർപ്പറേഷൻ UDF ഭരിക്കാൻ സാധ്യത. കണ്ണൂർ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് വിമതൻ PK രാഗേഷിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ തീരുമാനം. രാഗേഷിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ എതിർപ്പില്ലെന്ന് K. സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മുൻ ചീഫ് സെക്രട്ടറി R. രാമചന്ദ്രൻ നായർ സർവകലാശാലയുടെ സ്ഥലം കയ്യേറിയെന്ന് കാട്ടി സംസ്കൃത സർവകലാശാല രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകി. കാലടി സംസ്കൃത സർവകലാശാലയ്ക്ക് വേണ്ടി ആറ്റുകാൽ അമ്പലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് കയ്യേറ്റം. 1996-ൽ രാമചന്ദ്രൻ നായർ വൈസ് ചാൻസലർ ആയിരിക്കെ കൂടിയ വിലക്ക് വാങ്ങിയതാണ് ഈ ഭൂമിയെന്ന് ആക്ഷേപം. സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലറും മുൻ ചീഫ് സെക്രട്ടറിയുമായ R. രാമചന്ദ്രൻ നായരാണ് സംസ്കൃത സർവകലാശാലയുടെ സ്ഥലം കയ്യേറിയത്. തിരുവനന്തപുരം മണക്കാട് വില്ലേജിൽ ആറ്റുകാൽ അമ്പലത്തിനോട് ചേർന്ന കണ്ണായ സ്ഥലമാണ് കയ്യേറിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഇവിടുത്തെ 10 സെന്റ് സ്ഥലത്ത് വേലിക്കല്ലുകൾ സ്ഥാപിച്ചു. ഇത് ചൂണ്ടിക്കാട്ടി സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ TP രവീന്ദ്രനാണ് ഫോർട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. 1996-ൽ രാമചന്ദ്രൻ നായർ VC ആയിരിക്കെ വിദ്യാധിരാജ വിദ്യാസമിതിയിൽ നിന്നും 50,000 രൂപയ്ക്കാണ് സർവകലാശാലയ്ക്കായി സ്ഥലം വാങ്ങിയത്. 1996-ൽ സെന്റിന് 5,000 രൂപ മാത്രമുള്ളപ്പോൾ 50,000 രൂപയ്ക്ക് സ്ഥലം സർവകലാശാലയുടെ തലയിൽ കെട്ടിവെച്ചു എന്നതിൻ്റെ പേരിൽ വിജിലൻസ് കേസുണ്ടായിരുന്നു. സർവേ നമ്പർ 1588-ൽ 29 സെന്റ് സ്ഥലവും സർവേ നമ്പർ 1602-ൽ 26 സെന്റ് സ്ഥലവുമാണ് സർവകലാശാലയുടെ പക്കലുള്ളത്. ഇതിൽ സർവേ നമ്പർ 1588-ൽപ്പെട്ട 10 സെന്റ് സ്ഥലത്താണ് രാമചന്ദ്രൻ നായർ കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. സർവകലാശാലയുടെ പക്കൽ ആധാരത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഭൂമിയുണ്ടെന്നും ഇത് തൻ്റെ ഭൂമിയാണെന്നുമാണ് രാമചന്ദ്രൻ നായരുടെ അവകാശവാദം. എന്നാൽ 1996 മുതൽ സർവകലാശാലയുടെ കൈവശത്തിലിരിക്കുന്നതും കരമുടക്കി പോകുന്നതുമായ ഭൂമി എങ്ങനെ രാമചന്ദ്രൻ നായരുടേതാകുമെന്നത് ചോദ്യമായി അവശേഷിക്കുന്നു. R. രാമചന്ദ്രൻ നായരുടേത് നിയമവിരുദ്ധ പ്രവർത്തനമാണെന്ന് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ TP രവീന്ദ്രൻ പീപ്പിൾ TVയോട് പറഞ്ഞു. സർവകലാശാല വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയം കാണുന്നത്. കാരണം ഇതൊരു പൊതു സ്ഥലമാണ്. ഈ പൊതുസ്ഥലം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും നിയമപരമായിട്ടുള്ള ഏത് നടപടികൾക്കും സർവകലാശാല തയ്യാറാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. സർവകലാശാലയ്ക്കായി അമിത വിലയ്ക്ക് ഭൂമി വാങ്ങിയെന്ന ആക്ഷേപത്തിൽ കീഴ്ക്കോടതി രാമചന്ദ്രൻ നായരെ ശിക്ഷിച്ചിരുന്നുവെങ്കിലും സുപ്രീം കോടതി വെറുതെ വിട്ടു. ഇതിനുശേഷമാണ് R. രാമചന്ദ്രൻ നായർ ഭൂമിയിൽ അവകാശമുണ്ടെന്ന വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രം നട തുറന്നു. നാളത്തെ വൃശ്ചിക പുലരിയിൽ അയ്യപ്പ ദർശനത്തിനായി ആയിരങ്ങളാണ് പമ്പയിൽ എത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ മിനീഷ് കുമാർ ചേരുകയാണ്. മിനീഷ്, മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ. സുരേഷ്, 41 ദിവസത്തെ മണ്ഡലകാല മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകുന്നേരം 5 മണിയോടെ തുറന്നു.
ചെറിയൊരു ചാറ്റൽ മഴയുടെ അകമ്പടിയിൽ തികച്ചും ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ മുൻ തന്ത്രി കണ്ഠരര് രാജീവയുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി വൈകിട്ട് 5 മണിയോടെ തീർത്ഥാടകരുടെയും ദേവസ്വം അധികൃതരുടെയും സാന്നിധ്യത്തിലാണ് നട തുറന്നത്. തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും നിയുക്ത മേൽശാന്തിമാരെ, അതായത് ശബരിമലയുടെയും മാളികപ്പുറത്തെയും നിയുക്ത മേൽശാന്തിമാരെ 18ാം പടിക്ക് താഴെയെത്തി കൈപിടിച്ച് ക്ഷേത്രനടയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ശബരിമല മേൽശാന്തിയുടെയും തുടർന്ന് മാളികപ്പുറം മേൽശാന്തിയുടെയും അവരോധ ചടങ്ങുകൾ നടക്കുകയാണ്. പഴയ മേൽശാന്തിമാർ, ഇപ്പോൾ നിലവിലുള്ള മേൽശാന്തിമാർ ഇന്ന് വൈകുന്നേരം 10 മണിയോടുകൂടി ക്ഷേത്രത്തിലെ അവരുടെ 1 വർഷക്കാലത്തെ സേവനം അവസാനിപ്പിച്ച് ഇന്ന് പടിയിറങ്ങും. ഇന്ന് ഇപ്പോൾ പ്രത്യേക പൂജകളോ മറ്റു അഭിഷേകങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇന്നുണ്ടാകില്ല. നാളെ രാവിലെ വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരായിരിക്കും, സ്ഥാനമേറ്റ മേൽശാന്തിമാരായിരിക്കും വൃശ്ചിക പുലരിയിൽ നട തുറക്കുക. മിനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.